കഴിഞ്ഞ ദിവസം കുവൈറ്റിനും ബഹ്റിനും നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണം അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി നൽകുക മാത്രമായിരുന്നില്ല, ഇസ്രായേലിന് ഒരു കനത്ത മുന്നറിയിപ്പ് നൽകുക കൂടിയായിരുന്നു ഇറാൻ ചെയ്തത്. അതിന് പ്രധാന കാരണം ഇറാൻ ഈ ചർച്ചയിൽ ഉടനീളം പറഞ്ഞിരുന്ന കാര്യമുണ്ട്. സമാധാന ചർച്ചയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തുന്ന ഈ ആക്രമണം അവസാനിപ്പിക്കണം, അവരെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങിയതിന് ശേഷം പലപ്പോഴും ഇസ്രായേൽ പെരുമാറിക്കൊണ്ടിരുന്നത്. ഇപ്പോഴിതാ വീണ്ടും ഇസ്രായേൽ ഒരു കനത്ത നീക്കത്തിലേക്ക് മുന്നേറാൻ ഒരുങ്ങുമ്പോഴാണ് ഇറാന്റെ ഈ ആക്രമണം. ഇറാൻ പറയുന്നത് ലെബനനിൽ തങ്ങളുടെ ഹിസ്ബുള്ളയെയും മറ്റും തങ്ങളുടെ പിന്തുണയുള്ള ഹിസ്ബുള്ളയെയും മറ്റും ആക്രമിക്കരുത്, കാരണം അവർ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല, ഇല്ലെങ്കിൽ അവർക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രോക്സികളെ ആക്രമിക്കരുത് എന്നുള്ളത്. ഏതായാലും ഇസ്രായേൽ ഇപ്പോൾ ട്രംപിന്റെ കൂടി സ്വാധീനത്താൽ ഇല്ലെങ്കിൽ സമ്മർദ്ദത്താൽ ഇപ്പോൾ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. 45 ദിവസത്തെ വെടിനിർത്തൽ കരാറാണ്. ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്ബുള്ള ഇപ്പോൾ വെടിനിർത്തൽ ലേക്ക് കടക്കും. ഒപ്പം തന്നെ സൗത്ത് ലിറ്റാനി സെക്ടറിൽ നിന്ന് അവർ പിന്മാറും. അത് പിന്മാറുന്നത് വരെ ലെബനനും ഇസ്രായേലും പൈലറ്റ് സുരക്ഷാ മേഖലകൾ സ്ഥാപിച്ച് ഇത് നിരീക്ഷിക്കും. ഈ 45 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന സൗത്ത് ലിറ്റാനിയിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ഈ സൈനികർ അല്ലെങ്കിൽ അവരുടെ ആ ആളുകൾ മാറും. അതുവരെ ഉള്ള ഒരു സമയമാണ് 45 ദിവസത്തെ വെടിനിർത്തൽ. ഏതായാലും ഇറാന്റെ വാശി ജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇറാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറയുന്ന കാര്യം ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്തിവെക്കണം, അതല്ലാതെ മുൻപോട്ടൊരു ചർച്ചയ്ക്ക് സ്കോപ്പില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ഏതായാലും ചർച്ചയ്ക്ക് വീണ്ടും വാതിൽ തുറന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.